ഈ 4ാം വാർഷികത്തിൽ KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു 5 വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ മാസം 30-ാം തീയതി ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ 100 കോടി രൂപ ഓവർഡ്രാഫ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. KSRTC ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത്. ഇതിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന 1,1274 പേരുണ്ട്. ഇതിൽ 25,000 മുതൽ 50,000 രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും 25,000 എടുത്തൊരു പദ്ധതിയാണത്. സ്റ്റേറ്റ് ബാങ്കും KSRTCയും ചേർന്നാണ് നടപ്പിലാക്കുന്നത്. ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല. അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ 5 ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് 4 പേര്, ഭാര്യയും 2 മക്കളും, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ ഒരു ഡെത്ത്, ഈ 2 കോടി രൂപ പുറത്ത്, ഈ അപകട മരണത്തിൽ 2 കോടി കിട്ടുന്ന പുറത്ത് ഈ 4 ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ, ഒന്നുകിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. അത് ഈ 25,000 രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിൽ ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും. അതിനത്ര അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട്. അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി, മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ 10 ലക്ഷം രൂപ കിട്ടും. മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടി വരികയാണ്, ഒരു അപകടത്തിൽപ്പെട്ടു, ഒരു അപകടത്തിന് ഇമ്പോർട്ട് ചെയ്ത് ചികിത്സയാണ് 5 ലക്ഷം രൂപ വരെയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും. പിന്നെ പോസ്റ്റ് കോമ സ്റ്റേജിലേക്ക് വരുമ്പോൾ 48 മണിക്കൂറത്തേക്ക് 5 ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവിന് വേണ്ടി. എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ 10 ലക്ഷം രൂപ അതിന് അനുവദിക്കും. ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ്. പിന്നെ ഇത് അപകടം സംഭവിച്ച മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ 1 കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് 10 ലക്ഷം രൂപ കിട്ടും. 2 കുട്ടികളാണെങ്കിൽ 5 ലക്ഷം വീതം, 5 വീതം കിട്ടും. ആൺകുട്ടികളാണെങ്കിൽ 4 ലക്ഷം വെച്ച് കിട്ടും. പെൺകുട്ടികളാണെങ്കിൽ 5 ലക്ഷം വെച്ച് 2 പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം ലഭിക്കും. പെൺകുട്ടികളുടെ വിവാഹത്തിന് 10 ലക്ഷം രൂപ കിട്ടും. ഇതിനൊന്നും പ്രീമിയം അടയ്ക്കേണ്ടെന്ന് ഓർക്കണം. ഇതിനൊന്നും ഒരു പ്രീമിയം ജീവനക്കാർ അടയ്ക്കേണ്ട. അവരെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല, അടയ്ക്കില്ല, ഒന്നുമില്ല. അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് 50,000 രൂപ. മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ 50,000 രൂപ കിട്ടും. ആംബുലൻസ് ചെലവിന് ഒരു 50,000 രൂപ കിട്ടും. വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുക. വിദേശത്തേക്ക് പോകുന്ന സാധ്യതയില്ല, അതുകൊണ്ട് അവിടെയാണെങ്കിൽ 10 ലക്ഷം രൂപ, അതിനുള്ള സാധ്യത കുറവാണ്. അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്കീമിൽപ്പെട്ട ഈ 22,095 ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം. 1,995 രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ, അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടച്ചാൽ ഏതാണ്ട് 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും. മെഡിക്കൽ ഏത് അസുഖത്തിനും, അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകണം 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു. ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോവാം. ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവ് വന്നാൽ 2 ലക്ഷം താഴെ കൊടുക്കൂല, 2 ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും 2 മക്കൾക്കും 2 adults and 2 children ഒരു വർഷത്തിൽ 1,995 രൂപ അടച്ചാൽ 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും. ഇതുപോലെ തന്നെ 2,495 രൂപ, ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ പറയണത് എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തിൽ ഞാൻ 2,495 രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന്. ഞങ്ങൾ പിടിക്കില്ല, ഞങ്ങൾ അടയ്ക്കില്ല, അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല, അവർ തന്നെ തീരുമാനിക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് 2,495 രൂപ അടയ്ക്കുന്നവർക്ക് 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ 2 അഡൽസിനും 2 ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ലഭിക്കും. ഒറ്റ വർഷം
ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചിലവിൽ ഇത്രയും പൈസ 3 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും. ഇതാണ് പദ്ധതി. ഇത് കൂടാതെ ഒരുപാട് പദ്ധതിയിൽ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായി നമ്മൾ എന്തായാലും അക്കൗണ്ട് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവർ റുപ്പേ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആമസോൺ പ്രൈം ഒരു വർഷത്തേക്ക് കിട്ടും. അങ്ങനെ കുറേ സിനിമാ ടിക്കറ്റിന് ഉണ്ട്. ഒരു ക്വാർട്ടറിൽ 250 രൂപ ഡിസ്കൗണ്ട്. ഈ ഡെത്ത് അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു 2 ലക്ഷം രൂപ കിട്ടും. മറ്റിടത്ത് ഒരു 6 രൂപ കിട്ടും. അതുകൂടാതെ 2 രൂപ കിട്ടും. പിന്നെ ഈ റുപ്പേ കാർഡ് എടുക്കാൻ എത്ര രൂപ? റുപ്പേ കാർഡ് ഫ്രീ ആണ്. ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞ 10,000-ന് 25,000 ഇടയ്ക്ക് ശമ്പളമുള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല. മറ്റുള്ളത് 25 മുതലുള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ 6 ലക്ഷം രൂപ കിട്ടുന്നത്. പക്ഷേ ഈ റുപ്പേ കാർഡ് ഉള്ളത് കൊണ്ട് അവർക്കും 2 ലക്ഷം രൂപ കിട്ടും. അപ്പം നാച്ചുറൽ ഡെത്തിൽ 2 ലക്ഷം രൂപ കിട്ടും. മറ്റത് എല്ലാവർക്കും കിട്ടും. ഈ 1 കോടി രൂപ അപകടത്തിൽ മരിച്ചാൽ 1 കോടി എന്നത് എല്ലാവരുടെയും കുടുംബത്തിന് കിട്ടും. അവർ നേരത്തെ കൊടുക്കുന്ന 4 പേർക്ക് ഇത് കൂടാതെ ഈ 1 കോടി കൂടാതെ ഇപ്പം ഭാര്യയുടെ പേരാണ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഭാര്യ ഈ 1 കോടിക്ക് അർഹയായിരിക്കും. അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവർ 3 പേരാണെങ്കിൽ അവർ അർഹരായിരിക്കും. അതുകൂടാതെ അച്ഛൻ്റെ അമ്മയും കൂടെ പേര് ചേർക്കണമെങ്കിൽ അവർ ചേർത്ത് കൊടുത്താൽ അവർക്കും 5 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഈ 1 കോടിക്ക് പ്ലസ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആനുകൂല്യമാണ്. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പൈസയും പ്രീമിയം അടയ്ക്കേണ്ടതില്ല. ഈ മെഡിക്കൽ ക്ലെയിമിന് മാത്രം മെഡിക്കൽ ഇൻഷുറൻസിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ്. 1,995 ഒരു വർഷം, അല്ലെങ്കിൽ 2,495 രൂപ, 2,500 തികച്ചില്ല. അതൊരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വലിയ ആശുപത്രിയിലും ജീവനക്കാർക്ക് ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ 2 ലക്ഷം മുതൽ 15 വരെയും 3 ലക്ഷം മുതൽ 30 ലക്ഷം രൂപയും. അപ്പോൾ ഒരു കിഡ്നി മാറ്റ ശസ്ത്രക്രിയയിൽ പെട്ടുപോയാൽ പോലും വലിയ ആനുകൂല്യമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. 75 വയസ്സ് വരെ ഇത് കിട്ടും. ഇത് പുതുക്കി പോവാം. ഇത് ഈ പ്രീമിയം പുതുക്കി അവർക്ക് 75 വയസ്സ് വരെ പോകാൻ പറ്റും. 70 75 75 വയസ്സ് വരെ. ഇതാണ് KSRTC ജീവനക്കാർക്ക് വേണ്ടി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതി. ഇത് KSRTC ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമാകും.